പ്രസിദ്ധമായ ലിസ്ബൺ കത്തീഡ്രലിന് മുമ്പിലാണ് വേൾഡ് യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ദിവസം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സംഘത്തിൽ 16 അംഗങ്ങളാണുള്ളത്. ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ വിശ്വാസ പരിശീലനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിലുള്ള കത്തീഡ്രലും വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മസ്ഥലവും സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ആ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ സന്തോഷത്തോടെയാണ് യുവജനങ്ങൾ ഈ ഒരു അനുഭവത്തെ നോക്കിക്കാണുന്നത്. കേരളത്തിൽ നിന്ന് എത്തിച്ചേർന്ന ഫാദർ ടോണി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കും. വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയത്തിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുക. വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പാതുവായിലെ അന്തോനീസ് എന്നാണ് പറയുക. കാരണം വിശുദ്ധരെ അവർ മരിച്ച സ്ഥലമാണ് അവരുടെ പേരോട് ചേർക്കപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ അന്തോനീസ് ജനിച്ച സ്ഥലമായ ലിസ്ബണിൽ ഞങ്ങളിപ്പോൾ ദേവാലയത്തിന് മുമ്പിലാണ് ആയിരിക്കുക. വളരെ സന്തോഷമുള്ളൊരവസരമാണ്. ഈ ലോക യുവജന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇവിടെ ഈ ചാപ്പൽ സന്ദർശിക്കാനായിട്ടും വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു. വേൾഡ് യൂത്ത് ഡേയുടെ മൂന്നാമത്തെ ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. വിശ്വാസ പരിശീലന ക്ലാസ്സുകൾക്കെല്ലാം ശേഷം ഞങ്ങൾ വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മസ്ഥലം സന്ദർശിച്ച് ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വിശുദ്ധ അന്തോനീസ് നാമധേയത്വത്തിലുള്ള ഈ ദേവാലയം സന്ദർശിച്ച ശേഷം ഞങ്ങൾ മാർപ്പാപ്പയെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. വൈകുന്നേരം 5:30 മണിയോടുകൂടിയാണ് മാർപ്പാപ്പയ്ക്കുള്ള സ്വീകരണ ചടങ്ങുകൾ ലിസ്ബൺ പട്ടണത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് മാർപ്പാപ്പയെ സ്വീകരിക്കുവാൻ തീർത്ഥാടക സംഘം ഒഴുകുകയാണ്. അവരോടൊപ്പം ഞങ്ങൾ ചേരുന്നു. ഷെക്കേന ന്യൂസിന് വേണ്ടി ലിസ്ബണിൽ നിന്നും ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ.